ഇപ്പം മാങ്ങയുടെ നല്ല സീസണില്ലേ, അപ്പം രാവിലെ തന്നെ കുറച്ചധികം മാങ്ങ കിട്ടി. അപ്പം വിചാരിച്ചു മാങ്ങാക്കറി, അതായത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്നേ. ഇത് കോവിലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിയുടെ സ്റ്റൈലൊന്നുമല്ല, സാധാ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റിയ മാമ്പഴ പുളിശ്ശേരിയാണ്. ആദ്യമേ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം, അതായത് ചോന എന്ന് പറയുന്ന ഭാഗം ചെത്തിക്കളയണം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ അതിൻ്റെ തൊലി ഇരിഞ്ഞ് കളയും. ഞങ്ങളുടെ ഭാഷയിൽ ഇരിഞ്ഞ് കളയുക എന്നാണ് പറയുന്നത്, അല്ലെ തൊലി എടുത്ത് കളയണം. ഞാൻ പിച്ചാത്തി വെച്ച് ചെത്തുന്നില്ല. ഇങ്ങനെ ആകുമ്പം പെട്ടെന്ന് അതിനകത്തോട്ട് നമ്മുടെ ഈ അരപ്പ് പിടിക്കും. അപ്പം ഇത് കുറച്ചധികം ഉണ്ടായതുകൊണ്ട് തന്നെ ഇച്ചിരി മെനക്കെട്ട പണിയാണ്. ഇതിന് ഏറ്റവും നല്ലത് ചെറിയ മാങ്ങയാണ്, പക്ഷേ നമ്മുടെ ഇവിടുത്തെ നാട്ടുമാങ്ങയാണ്. ഇച്ചിരി വലുതൂടായതുകൊണ്ടാണ് അത് എടുത്തത്. അപ്പം എല്ലാത്തിൻ്റെയും തൊലി ഇങ്ങനെ കളയണം. ഒരുവിധം നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല മധുരത്തിന്. മാങ്ങയുടെ മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വെച്ച് അതിനകത്ത് ഇത് വേവിച്ചെടുക്കണം. അതായത് ഈ മാങ്ങ നിരന്ന് കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വേവിച്ചെടുക്കണം. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളമൊന്നും വേണ്ട, നിരന്ന് കിടന്നാൽ മതി. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് ചേർത്തിട്ടാണ് ഇത് വേവിക്കുന്നത്. മുളക് പൊടിയൊന്നും നമ്മൾ ധാരാളം ഇടരുത്, ഒരു കളറിന് വേണ്ടി മാത്രം. അതുപോലെ തന്നെ നമ്മളിതിനകത്ത് പച്ചമുളക് കീറി ഇടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒത്തിരി മുളക് പൊടിയുടെ ആവശ്യമില്ല, കുറച്ചിട്ടാൽ മതി. അതിന് ഉപ്പും മുളക് പൊടിയിട്ട് നന്നായിട്ടത് വേവിച്ചെടുക്കണം. ഈ വെള്ളത്തിലത് വേകണം. ഈ സമയം തന്നെ ഇതിനകത്തോട്ട് 2 പച്ചമുളക് നടുവേ കീറി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തേ. നമ്മൾ അടിയിൽ പിടിക്കാത്ത ഒരു പാത്രം തന്നെ എടുക്കണം. എന്നിട്ട് ഇനി ഇന്നല്ല അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ, ഒരു ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് മഷി പോലെ നമ്മൾ അരച്ചെടുക്കണം. എന്നിട്ട് ഈ അരച്ച പേസ്റ്റ് ഇനി നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഒഴിച്ച് നമ്മളതിലിനി മാങ്ങ വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് അവസാനം വേണമെങ്കിൽ ഇച്ചിരി പുളിക്ക് വേണ്ടി തൈര് ചേർക്കാം. ഞാനിവിടെ തൈര് ചേർക്കുന്നില്ല, എനിക്ക് അത്രയധികം പുളി ഇഷ്ടമല്ല. മാങ്ങയ്ക്ക് ഒരു മധുരത്തിലുള്ള ടേസ്റ്റാണ് എനിക്കിഷ്ടം. അപ്പം ഈ പേസ്റ്റ് നമ്മളിതിനകത്തോട്ട് ചേർത്തിട്ട് ഇനി ഇതിനകത്ത് കിടന്നത് ഒന്നുകൂടി വേവണം. അങ്ങനെ തേങ്ങ ഒത്തിരി തിളയ്ക്കരുതെന്നൊന്നും ഇതിനില്ല, കാരണം എനിക്ക് തേങ്ങ തിളച്ചിട്ടും അത് പിരിഞ്ഞു പോവുക ഒന്നും ചെയ്തില്ല. നന്നായിട്ട് അതിനകത്ത് യോജിപ്പിച്ചിട്ട്, നല്ല മഞ്ഞ കളറാണേ, നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അത് വീണ്ടും അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം. മാങ്ങയ്ക്ക് നമ്മൾ വിചാരിക്കും പഴുത്ത മാങ്ങയുണ്ട് വേവ് കുറവായിരിക്കുമെന്ന്, അങ്ങനെയല്ല, മാങ്ങയ്ക്ക് കുറച്ചധികം വേവുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന കടുക് വറുക്കുക എന്നുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാങ്ങ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ സാധാരണ കടുക് വറുക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കടുകിട്ട് കൊച്ചുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് നമ്മുടെ മാങ്ങാക്കറിയിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയാവും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തൈര് ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഞാനിവിടെ ചേർക്കുന്നില്ലേ. To your breath for it's been too